മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? എ. തലാമസ്, ബി. ഹൈപ്പോതലാമസ്, സി. സെറിബ്രം, ഡി. സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഉത്തരം ഡി. സെറിബെല്ലം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? എ. കരൾ, ബി. ആമാശയം, സി. പാൻക്രിയാസ്, ഡി. വൻകുടൽ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം എ. കരൾ. പാചകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? എ. വിറ്റാമിൻ ഇ, ബി. വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, ഡി. വിറ്റാമിൻ എ. പാചകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ബി. വിറ്റാമിൻ സി. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? എ. വ്യാഴം, ബി. ബുധൻ, സി. പ്ലൂട്ടോ, ഡി. ചൊവ്വ. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം സി. പ്ലൂട്ടോ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനം. എ. സ്ഥാനാന്തരം, ബി. ചലനം, സി. സ്ഥിതികോർജം, ഡി. കൊഹിഷൻ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനം. ഉത്തരം ബി. ചലനം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര് ആണ്? എ. കാൽസ്യം, ബി. മഗ്നീഷ്യം, സി. സിങ്ക്, ഡി. ഇവയൊന്നുമല്ല. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര് ആണ്? ഉത്തരം സി. സിങ്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? എ. വൃക്ക, ബി. പാൻക്രിയാസ്, സി. ശ്വാസകോശം, ഡി. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം സി. ശ്വാസകോശം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? എ. വാളയാർ, ബി. നിലമ്പൂർ, സി. കുണ്ടറ, ഡി. ചവറ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ഉത്തരം ബി. നിലമ്പൂർ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമായി മാറ്റിയ ഭരണഘടന ഭേദഗതി. എ. 46-ാം ഭേദഗതി, ബി. 44-ാം ഭേദഗതി, സി. 47-ാം ഭേദഗതി, ഡി. 49-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏത്? ഉത്തരം ബി. 44-ാം ഭേദഗതി. പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? എ. ആർ. കെ. സച്ചിദാസ്, ബി. കെ. എസ്. സച്ചിദാസ്, സി. കെ. ആർ. സച്ചിദാനന്ദൻ, ഡി. എസ്. കെ. സച്ചിദാനന്ദൻ. പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18-ന് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്ത്? ഉത്തരം സി. കെ. ആർ. സച്ചിദാനന്ദൻ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? എ. 350, ബി. 359, സി. 300, ഡി. 360. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്?
ഉത്തരം ബി 359 വകുപ്പ് പ്രകാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? എ. മുഖ്യമന്ത്രി, ബി. ഗവർണർ, സി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഡി. രാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഉത്തരം ബി. ഗവർണർ. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തം ആക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? എ. പൂക്കോട്ടൂർ കലാപം, ബി. ചാന്നാർ ലഹള, സി. അഞ്ചുതെങ്ങ് കലാപം, ഡി. ആറ്റിങ്ങൽ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തം ആക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? ഉത്തരം സി. അഞ്ചുതെങ്ങ് കലാപം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? എ. മുസോറി, ബി. നീലഗിരി, സി. ഡാർജിലിംഗ്, ഡി. കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഡി. കൊടൈക്കനാൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? എ. ലാറ്റിൻ, ബി. ഇംഗ്ലീഷ്, സി. അറബി, ഡി. സംസ്കൃതം. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം സി. അറബി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആര്? എ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ബി. APJ അബ്ദുൽ കലാം, സി. നീലം സഞ്ജീവ് റെഡ്ഡി, ഡി. സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തി ആര്? ഉത്തരം ഡി. സക്കീർ ഹുസൈൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ. മംഗളവനം, ബി. സൈലന്റ് വാലി, സി. ഇരവികുളം, ഡി. നെയ്യാർ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? എ. പ്രാർത്ഥനാ സമാജം, ബി. ബ്രഹ്മസമാജം, സി. ആര്യ സമാജം, ഡി. ദേവസമാജം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ബി. ബ്രഹ്മസമാജം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? എ. ഇറാൻ, ബി. ബ്രസീൽ, സി. ഫ്രാൻസ്, ഡി. ഈജിപ്ത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? ഉത്തരം ബി. ബ്രസീൽ. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? എ. ഫിഷറീസ്, ബി. ആരോഗ്യം, സി. വിനോദസഞ്ചാരം, ഡി. കൈത്തറി. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഡി. കൈത്തറി. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ. തലശ്ശേരി, ബി. കുണ്ടറ, സി. മൂന്നാർ, ഡി. പുനലൂർ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഉത്തരം ബി. കുണ്ടറ. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി, അതായത് ജനുവരി 12
2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? എ. ലക്നൗ, ബി. ഹൈദരാബാദ്, സി. ബാംഗ്ലൂർ, ഡി. നോയിഡ. ദേശീയ യുവജനാഘോഷത്തിൻ്റെ ഭാഗമായി, അതായത് ജനുവരി 12, 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം എ. ലക്നൗ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? എ. അൽഫോൻസ ഡി അൽബുക്കർക്ക്, ബി. പെട്രോ അൽവാരിസ് കബ്രാൾ, സി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഡി. വാസ്കോ ഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? ഉത്തരം ഡി. വാസ്കോ ഡ ഗാമ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. രാജീവ് ഗാന്ധി, സി. ഇന്ദിരാഗാന്ധി, ഡി. മൊറാർജി ദേശായി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. അനുച്ഛേദം 20, ബി. അനുച്ഛേദം 16, സി. അനുച്ഛേദം 21, ഡി. അനുച്ഛേദം 15. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി. അനുച്ഛേദം 16. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? എ. പൗരത്വം, ബി. ഇന്ത്യയിലെ പ്രദേശങ്ങൾ, സി. നിർദ്ദേശക തത്വം, ഡി. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം ഡി. മൗലിക അവകാശങ്ങൾ. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? എ. പഴശ്ശി വിപ്ലവം, ബി. മലബാർ ലഹള, സി. പുന്നപ്ര വയലാർ സമരം, ഡി. കയ്യൂർ സമരം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം എ. പഴശ്ശി വിപ്ലവം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? എ. കോട്ടയം, ബി. കണ്ണൂർ, സി. വെങ്ങാനൂർ, ഡി. പുന്നപ്ര. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം സി. വെങ്ങാനൂർ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? എ. മുംബൈ, ബി. ന്യൂഡൽഹി, സി. ഗോവ, ഡി. ചെന്നൈ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഉത്തരം ബി. ന്യൂഡൽഹി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എ. തലശ്ശേരി, ബി. പാനൂർ, സി. തളിപ്പറമ്പ്, ഡി. പയ്യന്നൂർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം എ. തലശ്ശേരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? എ. സിന്ധു, ബി. യമുന, സി. ബ്രഹ്മപുത്ര, ഡി. ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? ഉത്തരം എ. സിന്ധു. ഇന്ത്യയിലെ
ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? എ. വി ഗിരി, ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ, സി. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡി. ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? എ. കൃഷ്ണ, ബി. നർമ്മദ, സി. മഹാനദി, ഡി. കാവേരി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം ബി. നർമ്മദ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്? എ. ആനി മാസ്ക്രീൻ, ബി. അക്കാമ ചൊറിയാൻ, സി. അന്ന ചാണ്ടി, ഡി. എ. വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്? ഉത്തരം ബി. അക്കാമ ചൊറിയാൻ. ഭൂമിയുടെ കാന്തികാകർഷണത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏത്? എ. പാമ്പ്, ബി. ഒച്ച്, സി. തവള, ഡി. അട്ട. ഭൂമിയുടെ കാന്തികാകർഷണത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏത്? ഉത്തരം ബി. ഒച്ച്. ആനക്ക് എത്ര പല്ലുകൾ ഉണ്ട്? എ. 6, ബി. 8, സി. 4, ഡി. 32. ആനക്ക് എത്ര പല്ലുകൾ ഉണ്ട്? ഉത്തരം സി. 4. എമുവിൻ്റെ സ്വദേശം ഏത്? എ. ആഫ്രിക്ക, ബി. വടക്കേ അമേരിക്ക, സി. തെക്കേ അമേരിക്ക, ഡി. ഓസ്ട്രേലിയ. ഉത്തരം ഡി. ഓസ്ട്രേലിയ. സിംഹങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ജീവി ഏത്? എ. കഴുതപ്പുലി, ബി. ചെന്നായ, സി. ജിറാഫ്, ഡി. പുള്ളിപ്പുലി. സിംഹങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ജീവി ഏത്? ഉത്തരം എ. കഴുതപ്പുലി. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? എ. ഒക്കാപ്പി, ബി. ജിറാഫ്, സി. ഒട്ടകം, ഡി. കുതിര. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം സി. ഒട്ടകം. പാറ്റയ്ക്ക് എത്ര ജോഡി ചിറകുകൾ ഉണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. പാറ്റയ്ക്ക് എത്ര ജോഡി ചിറകുകളുണ്ട്? ഉത്തരം എ. 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത്? എ. ആന, ബി. നീലത്തിമിംഗലം, സി. ജിറാഫ്, ഡി. ഹിപ്പോപ്പൊട്ടാമസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നത്? ഉത്തരം ബി. നീലത്തിമിംഗലം. മറ്റു ജീവികൾ നിർമ്മിക്കുന്ന കൂടിനുള്ളിൽ ജീവിക്കുന്ന ജന്തുവിഭാഗം ഏത്? എ. പക്ഷികൾ, ബി. എലി, സി. പാമ്പ്, ഡി. മത്സ്യം. മറ്റു ജീവികൾ നിർമ്മിക്കുന്ന കൂടിനുള്ളിൽ ജീവിക്കുന്ന ജന്തുവിഭാഗം ഏത്? ഉത്തരം സി. പാമ്പ്. ഏറ്റവും കൂടുതൽ കാലുകൾ ഉള്ള ജീവി ഏത്? എ. പഴുതാര, ബി. അട്ട, സി. ചിലന്തി, ഡി. പാറ്റ. ഏറ്റവും കൂടുതൽ കാലുകൾ ഉള്ള ജീവി ഏത്? ഉത്തരം ബി. അട്ട. മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം എന്ത്?
എ പച്ച, ബി നീല, സി ചുവപ്പ്, ഡി നിറമില്ല. മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം എന്ത്? ഉത്തരം സി ചുവപ്പ്. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? എ സൾഫർ, ബി ഫ്ലൂറിൻ, സി ഓക്സിജൻ, ഡി ക്ലോറിൻ. 16-ാം ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏത്? ഉത്തരം സി ഓക്സിജൻ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എ 4, ബി 10, സി 12, ഡി 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഡി 8. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? എ ക്ലോറിൻ, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഡി കാർബൺ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം ബി ഹൈഡ്രജൻ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? എ വരയാട്, ബി മാൻ, സി സിംഹം, ഡി കടുവ. ജിം കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഉത്തരം ഡി കടുവ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? എ എം ടി വാസുദേവൻ നായർ, ബി പ്രിയദർശൻ, സി ചെറിയാൻ കൽപ്പകവാടി, ഡി തമ്പി കണ്ണാന്തനം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര്? ഉത്തരം എ എം ടി വാസുദേവൻ നായർ. ലോക ഹീമോഫീലിയ ദിനം എന്ന്? എ ഏപ്രിൽ 17, ബി മാർച്ച് 17, സി മെയ് 17, ഡി ജൂൺ 17. ലോക ഹീമോഫീലിയ ദിനം എന്ന്? ഉത്തരം എ ഏപ്രിൽ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറുടെയും മെമ്പർമാരുടെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? എ ഉപരാഷ്ട്രപതി, ബി ഗവർണർ, സി പ്രധാനമന്ത്രി, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം സി പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? എ മഹാത്മാഗാന്ധി, ബി ബി ആർ അംബേദ്കർ, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശനയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഉത്തരം ഡി ജവഹർലാൽ നെഹ്റു. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ ഇടുക്കി, ബി വയനാട്, സി പാലക്കാട്, ഡി തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി തിരുവനന്തപുരം. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? എ ജസ്റ്റിസ് സിറിയക് ജോസഫ്, ബി ജസ്റ്റിസ് കെ കെ ഉഷ, സി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഉത്തരം ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവി. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു?
എ ദേശീയ വിവരാവകാശ കമ്മീഷൻ, ബി ദേശീയ പട്ടികവർഗ കമ്മീഷൻ, സി ദേശീയ വനിതാ കമ്മീഷൻ, ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഉത്തരം ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? എ 1914, ബി 1921, സി 1919, ഡി 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ഉത്തരം ഡി 1917. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? എ അയ്യങ്കാളി, ബി EMS നമ്പൂതിരിപ്പാട്, സി പി കൃഷ്ണപിള്ള, ഡി AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ അയ്യങ്കാളി. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ കൊല്ലം, ബി പത്തനംതിട്ട, സി ഇടുക്കി, ഡി പാലക്കാട്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ബി പത്തനംതിട്ട. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? എ ചെമ്മണ്ണ്, ബി എക്കൽ മണ്ണ്, സി കറുത്ത മണ്ണ്, ഡി ഇവയൊന്നുമല്ല. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? ഉത്തരം ബി എക്കൽ മണ്ണ്. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ വാഗമൺ, ബി കോഴിക്കോട്, സി വയനാട്, ഡി മൂന്നാർ. കേരളത്തിൻ്റെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം സി വയനാട്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? എ ബോംബെ, ബി ലാഹോർ, സി ഡൽഹി, ഡി കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡി കൽക്കട്ട. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? എ ഗായത്രി പുഴ, ബി ചാലക്കുടി പുഴ, സി തൂത്തുപുഴ, ഡി കുന്തിപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഉത്തരം സി തൂത്തുപുഴ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? എ അനുച്ഛേദം 24, ബി അനുച്ഛേദം 19, സി അനുച്ഛേദം 51, ഡി അനുച്ഛേദം 36. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ബി അനുച്ഛേദം 19. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? എ ജവഹർലാൽ നെഹ്റു, ബി ഗോപാലകൃഷ്ണ ഗോഖലെ, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം എ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? എ എക്കൽ മണ്ണ്, ബി ചെങ്കൽ മണ്ണ്, സി ചെമ്മണ്ണ്, ഡി പർവ്വത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്?
ഉത്തരം എ എക്കൽമണ്ണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? എ ഇ കെ നാരായണൻ, ബി കൃഷ്ണനായർ, സി എ കെ ഗോപാലൻ, ഡി എസ് ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം സി എ കെ ഗോപാലൻ. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. എ കയർ, ബി തടി, സി കൈത്തറി, ഡി കശുവണ്ടി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. ഉത്തരം സി കൈത്തറി. അക്കമ്മ ചെറിയാൻ്റെ ജനനം എവിടെ? അക്കമ്മ ചെറിയാൻ്റെ ജനനം എവിടെ? എ കാഞ്ഞിരപ്പള്ളി, ബി തിരുവല്ല, സി ചങ്ങനാശ്ശേരി, ഡി ചെങ്ങന്നൂർ. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെ? ഉത്തരം എ കാഞ്ഞിരപ്പള്ളി. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? എ റേഡിയോ, ബി ബാറ്ററി, സി ടോർച്ച്, ഡി ഫോൺ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത്? ഉത്തരം ബി ബാറ്ററി. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? എ ആയുഷ് ഖാൻ, ബി മോഹൻലാൽ, സി നിവിൻ പോളി, ഡി ദിലീപ്. 2020 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി നിവിൻ പോളി. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? എ ചാലക്കുടി പുഴ, ബി പമ്പ, സി ചാലിയാർ, ഡി മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം ഡി മുതിരപ്പുഴ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ ഗാന്ധിജി, ബി കെ കേളപ്പൻ, സി ജവഹർലാൽ നെഹ്റു, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം എ ഗാന്ധിജി. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? എ കുമാരകം, ബി തട്ടേക്കാട്, സി ചൂളന്നൂർ, ഡി മംഗളവനം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഉത്തരം ബി തട്ടേക്കാട്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? എ സക്കീർ ഹുസൈൻ, ബി രാജേന്ദ്ര പ്രസാദ്, സി എസ് രാധാകൃഷ്ണൻ, ഡി വി വി ഗിരി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം സി എസ് രാധാകൃഷ്ണൻ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത്? എ ആന, ബി ജിറാഫ്, സി കാണ്ടാമൃഗം, ഡി ഭീമൻ കണവ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏത്? ഉത്തരം ഡി ഭീമൻ കണവ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്? എ ഹിന്ദി, ബി തമിഴ്, സി ഇംഗ്ലീഷ്, ഡി തെലുങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതും അംഗീകരിച്ചതും ഏത് ഭാഷയിലാണ്?
ഉത്തരം സി ഇംഗ്ലീഷ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണ്? എ 1950 ഓഗസ്റ്റ് 6, ബി 1951 ഏപ്രിൽ 1, സി 1952 ഓഗസ്റ്റ് 16, ഡി 1952 ജനുവരി 26. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകൃതമായത് എന്നാണ്? ഉത്തരം എ 1950 ഓഗസ്റ്റ് 6. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? എ ചേമ്പ്, ബി ചേന, സി വാഴ, ഡി മരവാഴ. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്? ഉത്തരം ബി ചേന. ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്? എ പപ്പായ, ബി പുളി, സി പന, ഡി പേരക്ക. ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി പുളി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര്? എ ഡച്ചുകാർ, ബി പോർച്ചുഗീസുകാർ, സി ഫ്രഞ്ചുകാർ, ഡി ബ്രിട്ടീഷുകാർ. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര്? ഉത്തരം ബി പോർച്ചുഗീസുകാർ. ഏത് വർഷമാണ് വൈകുണ്ഠസ്വാമി അന്തരിച്ചത്? എ 1851, ബി 1872, സി 1865, ഡി 1866. ഉത്തരം എ 1851. സർക്കാർ ജീവനക്കാർക്ക് ഇ-പോയ്മെന്റ് വഴി ശമ്പളവും പെൻഷനും നൽകുന്ന സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഏത്? എ രാജസ്ഥാൻ, ബി സിക്കിം, സി പഞ്ചാബ്, ഡി ഒഡീഷ. സർക്കാർ ജീവനക്കാർക്ക് ഇ-പോയ്മെന്റ് വഴി ശമ്പളവും പെൻഷനും നൽകുന്ന സംവിധാനം ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഡി ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉള്ള സംസ്ഥാനം ഏത്? എ രാജസ്ഥാൻ, ബി സിക്കിം, സി പഞ്ചാബ്, ഡി ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം എ രാജസ്ഥാൻ. 1 രൂപയ്ക്ക് 1 കിലോ അരി പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ത്രിപുര, ബി കർണാടക, സി തമിഴ്നാട്, ഡി കേരളം. 1 രൂപയ്ക്ക് 1 കിലോ അരി പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം സി തമിഴ്നാട്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ത്രിപുര, ബി കർണാടക, സി തമിഴ്നാട്, ഡി കേരളം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എ ത്രിപുര. ഗോവയിലെ പ്രശസ്ത പാനീയമായ ഫെനി ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എ കൈതച്ചക്ക, ബി കശുവണ്ടി, സി മാങ്ങ, ഡി മുന്തിരി. ഗോവയിലെ പ്രശസ്ത പാനീയമായ ഫെനി ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ബി കശുവണ്ടി. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത്? എ ആന, ബി പുലി, സി പശു, ഡി ആട്. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏത്? ഉത്തരം സി പശു. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? എ സിംഹം, ബി പുലി, സി ഹിപ്പോ, ഡി ജിറാഫ്.
ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? ഉത്തരം ഡി. ജിറാഫ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും? എ 3 മാസം, ബി 4 മാസം, സി 2 മാസം, ഡി 1 മാസം. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ അത് എത്ര കാലം നിലനിൽക്കും? ഉത്തരം സി 2 മാസം. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? എ 1950 ജനുവരി 26, ബി 1950 ജനുവരി 24, സി 1956 നവംബർ 28, ഡി 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം ഡി. 1956 നവംബർ 1. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? എ EMS നമ്പൂതിരിപ്പാട്, ബി ആർ ശങ്കർ, സി അച്യുതമേനോൻ, ഡി പട്ടം താണുപിള്ള. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം എ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? എ മൈന, ബി കുയിൽ, സി മലമുഴക്കി, ഡി കൊക്ക്. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഉത്തരം സി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? എ സിംഹം, ബി കടുവ, സി ആന, ഡി പൂച്ച. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഉത്തരം സി ആന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? എ കണിക്കൊന്ന, ബി ചെമ്പരത്തി, സി റോസ്, ഡി താമര. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഉത്തരം എ കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ പമ്പ, ബി ഭാരതപ്പുഴ, സി പെരിയാർ, ഡി നർമ്മദ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം സി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? എ KS ചിത്ര, ബി മേരി റോയ്, സി ഇന്ദിരാഗാന്ധി, ഡി ആനി മാസ്ക്രീൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ഉത്തരം ബി മേരി റോയ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? എ പാർലമെന്റ്, ബി സുപ്രീം കോടതി, സി രാഷ്ട്രപതി, ഡി പ്രധാനമന്ത്രി. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം എ പാർലമെന്റ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? എ പോർച്ചുഗീസുകാർ, ബി ബ്രിട്ടീഷുകാർ, സി ഫ്രഞ്ചുകാർ, ഡി ഡച്ചുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? ഉത്തരം എ പോർച്ചുഗീസുകാർ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? എ മെനിഞ്ചസ്, ബി ഡയഫ്രം, സി പെരികാർഡിയം, ഡി പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്?
ഉത്തരം ഡി. പ്ലൂറ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? എ. 1695, ബി. 1697, സി. 1691, ഡി. 1693. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ബി. 1697. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ. മുംബൈ, ബി. വിശാഖപട്ടണം, സി. കൊച്ചി, ഡി. പനാജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. കൊച്ചി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? എ. ആറ്റിങ്ങൽ, ബി. കടയ്ക്കാവൂർ, സി. കുളച്ചൽ, ഡി. അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠകശാല? ഉത്തരം ഡി. അഞ്ചുതെങ്ങ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? എ. സ്വാമി ദയാനന്ദ സരസ്വതി, ബി. സ്വാമി വിവേകാനന്ദൻ, സി. രാജാറാം മോഹൻ റോയ്, ഡി. ശ്രീ രാമകൃഷ്ണൻ പരമഹംസൻ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സി. രാജാറാം മോഹൻ റോയ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം എവിടെ? എ. കൊല്ലം, ബി. കോഴിക്കോട്, സി. തൃശൂർ, ഡി. തിരുവനന്തപുരം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം സി. തൃശൂർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? എ. ബി. എൻ. റാവു, ബി. ജവഹർലാൽ നെഹ്റു, സി. മഹാത്മാഗാന്ധി, ഡി. ബി. ആർ. അംബേദ്കർ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ബി. ജവഹർലാൽ നെഹ്റു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? എ. 1995 സെപ്റ്റംബർ 15, ബി. 1992 ജനുവരി 31, സി. 1998 ഡിസംബർ 11, ഡി. 1993 ഒക്ടോബർ 12. ഉത്തരം ഡി. 1993 ഒക്ടോബർ 12.